ഗൗതമെ, കഴിഞ്ഞ ദിവസം ചൈനയിലെ ഷാങ്ഹായ് എയർപോർട്ടിൽ ഇന്ത്യൻ വംശീയയായ ഒരു വനിതയെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വ്യാപകമായത് പ്രതിഷേധത്തിലേക്ക് നയിച്ചെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ മോഡിയെ ചൈനക്ക് ഭയമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസമല്ല, നവംബർ 21 തീയതിയാണ് ചൈനയിലെ ഷാങ്ഹായ് എയർപോർട്ടിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രേമ എന്ന് വിളിപ്പേരുള്ള ഒരു സ്ത്രീ, അവർ ഇന്ത്യൻ വംശജയാണ്, അരുണാചൽ പ്രദേശിലെ സ്വദേശിയാണ്. അവർ ലണ്ടനിൽ നിന്ന് ജപ്പാനിലേക്കുള്ള യാത്രാമധ്യേ ചൈനയിൽ ഒരു 3 മണിക്കൂറിന് വേണ്ടിയിട്ട് ഇമിഗ്രേഷൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. പക്ഷേ ഇവരുടെ പാസ്പോർട്ട് കണ്ടപാട് തന്നെ ഈ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് കുരുപൊട്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എഴുതിയിരിക്കുന്നത് ഇവർ അരുണാചൽ പ്രദേശുകാരിയാണ്, ഇവരുടെ ബർത്ത് പ്ലേസ് ജനിച്ചിരിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ് എന്നതാണ് ഇത്തരത്തിലുള്ളൊരു അസ്വാരസ്യത്തിന് ഇടയാക്കിയിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്റ്റാപ്പിൾഡ് വിസയാണ്, ആ പ്രത്യേക ടേം ശ്രദ്ധിക്കണം, സ്റ്റാപ്പിൾഡ് വിസയാണ് ഇവർക്ക് അടിച്ചു നൽകിയത്. പിന്നീട് 18 മണിക്കൂർ അവിടെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എംബസി ഒക്കെ ഇടപെട്ടതിന് ശേഷമാണ് ഇവർക്ക് ജപ്പാനിലേക്ക് പോകാൻ പറ്റിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ എന്താണ് ഈ സ്റ്റാപ്പിൾഡ് വിസ എന്നുള്ളതാണ്. ഈ സമ്പ്രദായം ചൈന തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. 2005 മുതൽ 2013 2023 ഇത്തരത്തിൽ സ്റ്റാപ്പിൾഡ് വിസ പല ആളുകൾക്കും, പ്രത്യേകിച്ചും ഗെയിംസിനായിട്ടൊക്കെ നമ്മളുടെ സ്പോർട്സിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന അത്ലറ്റ്സിനൊക്കെ ഇത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള സംഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാപ്പിൾഡ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിസയിൽ സാധാരണ വിസയിൽ തന്നെയാണ് സ്റ്റാമ്പ് അടിച്ചു തരിക ഇതിന് പോകുമ്പോൾ. പക്ഷേ മറ്റ് വിസയിലല്ലാതെ മറ്റൊരു പ്രത്യേക പേപ്പറിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് തരും. ഇതിനെയാണ് യഥാർത്ഥത്തിൽ സ്റ്റാപ്പിൾഡ് വിസ എന്ന് വിളിക്കുക. ചൈനയാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത്. അതായത് നിങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അതായത് അരുണാചൽ പ്രദേശിനെ ഇന്ത്യയിലാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതാണ് ഇത്തരത്തിലുള്ളൊരു സ്റ്റാപ്പിൾഡ് വിസ. മറ്റൊരു വിസ ബുക്കിൽ തന്നെ അടിച്ചു തരാതെ മറ്റൊരു പേപ്പറിൽ സ്റ്റാമ്പ് ചെയ്യുന്നതിന് അർത്ഥം വയ്ക്കുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2013 യൂത്ത് വേൾഡ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനായിട്ട് പങ്കെടുക്കാനായിട്ട് ഇവിടുന്ന് പോയ 2 ആർച്ചർമാർക്ക് ഇത്തരത്തിൽ സ്റ്റാപ്പിൾഡ് വിസയാണ് ചൈന അടിച്ചു നൽകിയത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അരുണാചൽ പ്രദേശുകാരാണ് എന്നതുകൊണ്ട്. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചിട്ട് പിന്നെ ഇവർ പങ്കെടുക്കാത്ത സാഹചര്യമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായി. അതേപോലെ 2023 ജൂലൈയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിന് പങ്കെടുക്കാൻ പോയ അരുണാചൽ പ്രദേശിലെ 3 മാർഷൽ ആർട്സ് അത്ലറ്റ്സിന് ഇത്തരത്തിൽ സ്റ്റാപ്പിൾഡ് വിസ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേ കൊല്ലം തന്നെ സെപ്റ്റംബറിൽ ഹാങ്ങോയ് ഏഷ്യൻ ഗെയിംസിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയ ആളുകൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റാപ്പിൾഡ് വിസ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊക്കെ അനുരാഗ് താക്കൂറൊക്കെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്ന, അതായത് ഈ ഹാങ്ങോയ് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ അനുരാഗ് താക്കൂറായിരുന്നു. അദ്ദേഹം ഈ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് പിൻവലിക്കുന്നതൊക്കെ സാഹചര്യമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തർക്കം രൂപപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലാകാലങ്ങളായിട്ട് ഇത് എന്നും ഒരിക്കലും അവസാനിക്കാത്ത ഒരു ബോർഡർ ഡിസ്പ്യൂട്ടായിട്ട് ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഒരു വലിയ തലവേദനയായിട്ട് ഈ അരുണാചൽ പ്രദേശിലെ വിഷയം നിലനിൽക്കുകയാണ്. നമുക്കറിയാലോ, 1900 നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാവുകയാണെന്ന് തന്നെ വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. കാരണം മോദി വിചാരിച്ചിട്ട് പോലും, അതാണ് അങ്ങ് ആദ്യം ചോദിച്ചത്, മോദിയെ പുല്ല് വിലയാണോ, മോദിയെ ഭയപ്പെടുന്നില്ലേ, ലോകത്തിലെ പലയധികം നേതാക്കൾ മോദിയെ പുകഴ്ത്തുന്നു, മോദി ലോക നേതാവാണെന്ന് അറിയുന്നു. പക്ഷെ ചൈനയ്ക്ക് മോദിയെ പുല്ല് വിലയാണോ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ രൂപപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണല്ലോ ചോദിച്ചത്. 2020 മുതൽ 2024 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചൈനയും ഇന്ത്യയും തമ്മിൽ വലിയ പോരാട്ടത്തിലായിരുന്നു. പ്രത്യേകിച്ചും 2020 ഗാൽവാൻ താഴ്വരയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റുമുട്ടൽ, അത് 40 വർഷത്തിന് ശേഷം അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. നമുക്കൊരുപാട് നമ്മളുടെ സൈനികരെ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് 200ഓളം വരുന്ന ചൈനീസ് ആപ്പുകൾ ഇന്ത്യ ബാൻ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീടും അതിനൊരു ശമനം രൂപപ്പെടുന്നു, അല്ലെങ്കിൽ ഇവർക്കിടയിൽ ബന്ധം കുറച്ചും കൂടി നല്ലതാവാൻ വേണ്ടി പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോഴാണ് ഈ ഷാങ്ഹായ് കോർപ്പറേഷന് ഉച്ചകോടിക്ക് വേണ്ടിയിട്ട് മോദിയും നമ്മളെ ഷീ ജിൻപിങ്ങും, ചൈനീസ് പ്രസിഡന്റ് പിന്നെ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിലാണ്, അത് ട്രംപിന് എതിരെയുള്ളൊരു അടിയായിരുന്നു, അദ്ദേഹം ഈ തീരുവ ഏർപ്പാടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ. ആ കൂടിക്കാഴ്ചയിലാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവർക്കിടയിലുള്ള ഇന്ത്യ ചൈന ബന്ധം കുറച്ചും കൂടി
പഴയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണോ എന്നുള്ളത്. പക്ഷേ ആ സംഭവങ്ങൾക്ക് ശേഷം എന്താണ് മീറ്റിംഗ് നടന്നത് ഓഗസ്റ്റിലാണ്. അതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും മായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ നയതന്ത്ര ബന്ധം കാര്യമായ രീതിയിലൊന്നും ഏശിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവം വിളിച്ചോതുന്നത്. ഇവരെ കളിയാക്കി എന്നാണ് പറയുന്നത്. ഈ ചൈനീസ് ഉദ്യോഗസ്ഥർ, ഈ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ, നിങ്ങൾ ഇന്ത്യക്കാരിയാണോ, പറ്റുകയാണെങ്കിൽ ചൈനീസ് വിസ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കൂ, ചൈന പാസ്പോർട്ട് എടുക്കുമെന്നാണ് ഇവരോട് പറഞ്ഞത്. ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കി എന്നാണ് പറയുന്നത്. 1914 MC മഹോൻ ലൈൻ എന്ന് വിശേഷിപ്പിക്കുന്ന അതിർത്തി രേഖ, അതായത് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വരച്ച അതിർത്തി രേഖേനെയാണ് ഹെൻറി MC മഹോൻ ലൈൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അരുണാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട്, അതായത് ചൈനയുമായിട്ട് വേർതിരിക്കുന്ന അതിർത്തിയാണ് ഇത്. അപ്പോൾ ഈ പ്രദേശത്തെ, അതായത് ഈ സൗത്തേൺ ടിബറ്റാണ് നമ്മുടെ ഈ അരുണാചൽ പ്രദേശ് എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന ഈ സ്ഥലത്തെ, ഈ അരുണാചൽ പ്രദേശിനെ ഇവർ കാലാകാലങ്ങളായിട്ട് അന്ന് മുതലേ അംഗീകരിക്കുന്നില്ല. അതിന് അവർ നിരത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് തവാങ് എന്ന് പറയുന്ന മൊണാസ്ട്രി ടിബറ്റൻ സംസ്കാരമായിട്ട് ഈ അരുണാചൽ പ്രദേശ് സാംസ്കാരികപരമായിട്ട് ടിബറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ടിബറ്റിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ് ഈ അരുണാചൽ പ്രദേശ് എന്നാണ് ചൈനയുടെ ക്ലെയിം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എത്രയോ നേരത്തെ ചൈന പറഞ്ഞിരുന്നതിനേക്കാൾ കൂടുതൽ പ്രദേശങ്ങൾ ഇവർ കയ്യേറുന്ന സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ അത് വിലയിരുത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് ഏതാണ്ട് 90,000 സ്ക്വയർ കിലോമീറ്ററോളം പ്രദേശം ചൈനയുടെ നിയന്ത്രണത്തിലാണ്. എവിടെ? ഈ അരുണാചൽ പ്രദേശിൽ. ചൈന അന്ന് മുതലേ ആ ലൈനിനെ അംഗീകരിക്കുന്നില്ല. ടിബറ്റ് പക്ഷേ ഇതിനെ അംഗീകരിക്കുകയുണ്ടായി. കാരണം ഈ ഷിംല കൺവെൻഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈൻ, ഈ അതിർത്തി രൂപം കൊള്ളുന്നത്. അതായത് ബ്രിട്ടീഷ് എംപയറും ചൈനയും ടിബറ്റും തമ്മിൽ നടന്ന ഒരു ചർച്ച. ആ ചർച്ചയ്ക്കിടയിൽ ടിബറ്റ് ഇതിനെ അംഗീകരിച്ചു, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ടിബറ്റിൻ്റെ ഈ അംഗീകാരത്തെ ചൈന ഒരിക്കലും അംഗീകരിക്കുന്നില്ല. കാരണം അവർക്ക് സോവറിനിറ്റി ഉണ്ടായിരുന്നില്ല, സ്വയംഭരണാവകാശം അവർക്ക് ഇല്ലാത്തൊരു സ്ഥലമാണ് ടിബറ്റ്. അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഇന്ത്യയുമായിട്ടുള്ള ബോർഡർ തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ചൈന അന്ന് മുതലേ ക്ലെയിം ചെയ്യുന്നത്. ഇന്ത്യ എന്തുകൊണ്ട് തങ്ങളുടെ അതേ വാദത്തിൽ അരുണാചൽ പ്രദേശ് ഞങ്ങൾക്കൊപ്പമാണ്, ഞങ്ങളുടേതാണ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ പ്രദേശത്ത് ജീവിച്ചു വരുന്നുണ്ട്. കുറേയധികം ഈ ഗോത്രങ്ങൾ, ഇന്ത്യൻ ഗോത്രങ്ങൾ ഈ പ്രദേശത്ത് ജീവിച്ചു വരുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ദലൈലാമയ്ക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യ നൽകുന്നതൊക്കെ സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇത്തരത്തിലുള്ള, പിന്നെ അതുമാത്രമല്ല ഇതൊരു അന്താരാഷ്ട്ര നിയമം പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു അതിർത്തി രേഖ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് ഇന്ത്യ പറയുന്നതാണ് ശരിയെന്ന് നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ചൈന ഇതൊന്നും അംഗീകരിക്കുന്ന യാതൊരു തരത്തിലുള്ള കാര്യമില്ല എന്നാണ് അവർ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഈ പ്രദേശത്തെ വിളിക്കുന്നത് സാങ്നാൻ എന്നാണ്. അരുണാചൽ പ്രദേശ് നമ്മൾ വിളിക്കുമ്പോൾ അവർ ഈ പ്രദേശത്തെ കാണുന്നത് സാങ്നാൻ എന്നാണ്. കുറേ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ പ്രദേശത്തെ പല പേരുകളും അവർ മാറ്റിയിട്ട് അവരുടേതായിട്ടുള്ള പേര് കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. 6ാമത് ദലൈലാമ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളുണ്ട്. 2024 സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു എനിക്ക് ഈ അരുണാചൽ പ്രദേശിലെ പേരിടാത്ത ഒരു മല, ഒരു മൗണ്ടന് ഇയാളുടെ പേര് നൽകുന്ന ഇന്ത്യ അങ്ങനെ ഒരു പേര് നൽകുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അതിലൊക്കെ ചൈന വല്ലാതെ പ്രകോപിതമാവുകയും അവർ വീണ്ടും അവരുടെ ഇതേ ക്ലെയിം, ഇപ്പം ചൈനീസ് ഫോറിൻ മിനിസ്ട്രിയുടെ വക്താവ് എന്താണോ പറയുന്നത് അതേ ക്ലെയിം അവർ അന്നും ആവർത്തിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം 2024, അതായത് ചരിത്രപരമായിട്ട് ഈ പ്രദേശം ടിബറ്റിൻ്റെ ഭാഗമാണ്, ടിബറ്റിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ് അരുണാചൽ പ്രദേശ്, ഇതൊരിക്കലും നിങ്ങൾക്ക് വിട്ടുതരില്ല എന്ന് പറയുന്നുണ്ടായി. 2018 ഷീ ജിൻപിങ് തന്നെ ഇതേ ക്ലെയിം, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പ്രദേശം വിട്ടുതരില്ല, അത് നമുക്ക് നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മളുടെ ആൻസിസ്ട്രിപരമായിട്ട് നമുക്ക് അവകാശപ്പെട്ട സ്ഥലമാണ്, വിട്ടുതരില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. നമുക്കറിയാം 1962 യുദ്ധം, ഇന്ത്യ ചൈന യുദ്ധം പോലും ഈ ബോർഡർ ഡിസ്പ്യൂട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടിട്ടുണ്ടായത്.
ഈ അക്സായി ചിഹ്ന് ഞങ്ങൾക്ക് വേണം എന്ന് ഇന്ത്യ അവകാശപ്പെടുമ്പോൾ എന്താണ് ഈ അരുണാചൽ പ്രദേശ് ഞങ്ങൾക്ക് വേണമെന്ന് ചൈന അവകാശപ്പെടുന്നു. അവസാനം രണ്ടുപേരും അവരുടെ തന്നെ സ്റ്റാൻഡിൽ നിലനിൽക്കുന്ന സാഹചര്യമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ചരിത്രപരമായിട്ട് ഈ ഒരു വിഷയം നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഷാങ്ഹായ് കോർപ്പറേഷനിൽ മോഡി പങ്കെടുത്തല്ലോ, സി ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തല്ലോ. അന്ന് ഇന്ത്യക്ക് ഒരുപാട് ഗുണങ്ങൾ ട്രേഡിൻ്റെ കാര്യത്തിൽ, അതായത് ബിസിനസ് പരമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയും ഡൽഹിയും തമ്മിൽ നിർത്തിവെച്ച ഫ്ലൈറ്റ് സർവീസ് പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ടായി. ആ മീറ്റിങ്ങിന് ശേഷം 5 വർഷം അത് ഈ 2020 സംഭവത്തിന് ശേഷം അത് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ അത് വീണ്ടും റീ ഓപ്പൺ ചെയ്തു. ആ വിഷയങ്ങൾക്കൊക്കെ ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നയതന്ത്ര ബന്ധത്തിൽ ഇപ്പോഴും അത് പഴയ സ്ഥിതിയിൽ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും അതിൽ സംഭവിച്ചിട്ടില്ല എന്ന് തോന്നിപ്പിക്കാൻ ഇടയാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് മോദിയെ ചൈനയ്ക്ക് പുല്ലുവിലയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പം എന്താണ് നമ്മൾ പറയേണ്ടത്?